പാലക്കാട് ചികിത്സാ പിഴവിനെ തുടർന്ന് കൈ നഷ്ടപ്പെട്ട വിനോദിനിക്ക് കുടിശ്ശിക ഉൾപ്പെടെ തിങ്കളാഴ്ച തന്നെ ധനസഹായം നൽകുമെന്ന് വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ. ധനസഹായം മുടങ്ങിയ വിവരം ഇന്നാണ് അറിഞ്ഞത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് വനിതാ വികസന വകുപ്പ് സെക്രട്ടറിയോടും ഡയറക്ടറോടും ഇടപെട്ട് ഏതുവിധേനയും ധനസഹായം നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ഇന്നാണ് വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത്. വനിതാ ശിശു വികസന വകുപ്പ് കുട്ടിക്ക് കൊടുത്തുകൊണ്ടിരുന്ന ധനസഹായം കുടിശ്ശിക ആയിട്ടുണ്ട് എന്ന വിവരം അപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് വനിതാ വികസന വകുപ്പ് സെക്രട്ടറിയോടും ഡയറക്ടറോടും ഇടപെട്ട് തിങ്കളാഴ്ച തന്നെ ആ കുടിശ്ശിക തീർത്ത് കൊടുക്കുവാനും ഇനിയുള്ള മാസങ്ങൾ കൃത്യമായ തുക കൊടുക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏത് വിധേനയും അത് കൊടുത്തേ മതിയാകും. സർക്കാരിൻ്റെ തീരുമാനം അതാണ്. സുനിൽ ഐസക്ക തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സുനിൽ, വലിയ വിവാദമായിരുന്നു, വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു ആ കുഞ്ഞിന് ചികിത്സാ സഹായം മുടങ്ങിയത്. ഏത് രീതിയിലുള്ള ഇടപെടലാണ് മന്ത്രിയുടെ ഭാഗത്തുണ്ടാകുന്നത്? ചികിത്സാ പിഴവിനെ തുടർന്ന് കൈമുറിച്ചു മാറ്റിയ 9 വയസ്സുകാരി വിനോദിനിക്ക് വനിതാ ശിശു വികസന വകുപ്പ് നൽകി വന്ന ധനസഹായം മുടങ്ങിയ വിഷയത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയാണ് ഇടപെട്ടിരിക്കുന്നത്. എന്തായാലും ആ വിഷയത്തിൽ അടിയന്തരമായ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണയ്ക്ക് നിർദ്ദേശം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുടക്കം വന്ന സഹായ തുക തിങ്കളാഴ്ച തന്നെ നൽകാൻ വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർക്ക് മന്ത്രി ബിന്ദു കൃഷ്ണ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പഠന ചെലവിന്റെ ധനസഹായം 4 മാസം മുടങ്ങാനുണ്ടായ കാരണം പരിശോധിക്കാനും മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. ധനസഹായം തുടർന്നുള്ള മാസങ്ങളിൽ കൃത്യമായി വിനോദിനിക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുമെന്നും മന്ത്രി ബിന്ദു കൃഷ്ണ മാധ്യമങ്ങളോട് പറഞ്ഞു.